സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണേ, ഞാനൊരു മോർണിംഗ് വ്ളോഗായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ സമയം 6 മണിയായി. അപ്പോൾ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളെ വീട്ടിൽ നിന്ന്. ഈ ഫ്രണ്ട് ഭാഗത്തു കൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഈ തോട്ടിൽ മഴ പെയ്തത് കാരണം നല്ല വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. അപ്പോൾ പോകുമ്പോൾ പോസ്റ്റിലെ ലൈറ്റ് ഇതാരും ഓഫാക്കാൻ ഉണ്ടാവില്ലാണോ, ഇടാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊക്കെ ഓഫാക്കി നേരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റോഡിന് ഇങ്ങേ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു പത്രക്കാരനാണ് ഈ പോകുന്നത്. ഞാനീ പോകുന്ന വഴികളിലൊക്കെ ചളിയും വെള്ളവും ഒക്കെ നിറഞ്ഞിട്ടുള്ള വഴികളാണ് കേട്ടോ. പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. ശരിക്കും കൃഷി ആസ്പദമാക്കിയിട്ടുള്ള നേരെ നാഷണൽ ഹൈവേൻ്റെ ചാരിയുള്ള ഈ ഒരു സ്ഥലം ശരിക്കും നമ്മൾ ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തോടും അടുത്ത ഒരു തോടും കൂടി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ കാണുന്നതാണ് കേട്ടോ ഹൈവേ. അപ്പോൾ മേലേക്ക് നോക്കുമ്പോൾ നല്ല മഴക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ലക്ഷ്യം വേറൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ലക്ഷ്യമാക്കിയാണ് പോണത്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടത് 4ാം ക്ലാസ് വരെ. അപ്പോൾ നമ്മൾ അങ്ങാടിയും കാര്യങ്ങളൊക്കെയാണത്, നമ്മൾ വാലഞ്ചേരി അങ്ങാടി. ഒരുപാട് ആളുകൾ ഇവിടെ പത്രം വായിക്കലും മറ്റതൊക്കെ ആയിട്ട് ഈ ഓഫീസുകളിലൊക്കെ ഉണ്ട്. ഞാനും മനോരമ പേപ്പറൊക്കെ എടുത്ത് വായിച്ചു. കുറച്ച് സമയം കഴിഞ്ഞതോടുകൂടി നമ്മൾ ആളെത്തിക്കണം കേട്ടോ. ആളെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, ഷുഹൈബ്. അപ്പോൾ ഓൻ്റെ ബൈക്കുമ്പോൾ കയറിയിട്ട് നമ്മൾ മുറയുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ച് പോവാണ്. പക്ഷേ അടിക്കണ എണ്ണ എന്ന് പറഞ്ഞാൽ എപ്പോഴും 50 റുപ്യക്ക് അടിച്ചോളും പാവം. കാരണം എന്താ വെച്ചാൽ എണ്ണ അതിൽ ലാപ്സായി പോകരുതിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ മഴ ചാറുന്നുണ്ട്. നമ്മൾ അരിമ്പ്രയിലേക്കാണ് കേട്ടോ പോണത്, നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത നമ്മളെ പ്രകൃതി രമണീയമായ സ്ഥലം. പക്ഷേ പറഞ്ഞ് നിൽക്കാൻ അധിക സമയമില്ല. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം മഴ കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിന് ഈ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. നല്ലൊരു ചായയൊക്കെ കുടിച്ച് നല്ല കോഴിമുട്ട പീങ്ങിയതൊക്കെ കഴിച്ചാണ്ട് അവിടെ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഒരുപാട് ചർച്ചകൾ വരും, കാരണം രാഷ്ട്രീയം, അതേപോലെ നാട്ടിലെ കാര്യങ്ങൾ, സാമൂഹികവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാഴ്ചക്കാണ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പ്രകൃതി കാണാൻ നമ്മൾ അരിമ്പ്ര മലയുണ്ട് ഈ കാണുന്നത്. അതേപോലെ തന്നെ അവിടെയുള്ള കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത്. നല്ല കുക്കുംബറൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതിൽ എല്ലാവരും പാടെ കൂടിയിട്ടുള്ള ഈ ഒരു വൈബ് വേറെ രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോർണിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് നാളെ.